അപ്പോൾ ഡിസോർഡർ ഓഫ് സ്ലീപ്പ് എന്നുള്ളതിൽ മെയിൻലി നമുക്ക് പഠിക്കാനുള്ള ഇൻസോമിനിയ, ഹൈപ്പർസോമിനിയ, റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ, സോംനലൻസ്, ഇത്രയാണ് ഡിസോർഡർ ഓഫ് സ്ലീപ്പിൽ പഠിക്കാനുള്ളത്. അതിലാദ്യത്തെ ഇൻസോമിനിയ എന്നുള്ളതാണ്. ഇൻസോമിനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ ഉള്ള കഴിവില്ലായ്മ, അതായത് ഇൻസോമിനിയ. അതായത് നമുക്കറിയാവുന്ന ഒരു നോർമൽ ഇൻഡിവിജ്വലിന് സാധാരണ 6 to 8 hours സ്ലീപ്പ് വേണം. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആയുസിൻ്റെ 1/3 നമ്മൾ ഉറങ്ങി തീർക്കുക ചെയ്യുന്നത്, അല്ലേ? അത് അത്യന്താപേക്ഷിതമായ ഒരു ബയോളജിക്കൽ ഫങ്ഷൻ ഓഫ് ദി ബോഡി ആണ് സ്ലീപ്പ്. പക്ഷേ ഇങ്ങനെ ആവശ്യത്തിന് ഉറങ്ങാനില്ല കഴിവില്ലായ്മയാണ് നമ്മൾ ഡിസോർഡർ ഓഫ് സ്ലീപ്പിൽ പഠിക്കുന്നതെങ്കിലും അതിൽ ആദ്യത്തെ ഇൻസോമിനിയാണ്. അതായത് പേഷ്യൻറ്റിന് ആവശ്യത്തിനുള്ളത്ര ഉറങ്ങാൻ കഴിയുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഈ ഇൻസോമിനിയയെ തന്നെ മെയിൻലി നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അതായത് ഇനിഷ്യൽ ഇൻസോമിനിയ, ലേറ്റ് ഇൻസോമിനിയ എന്നിങ്ങനെ മെയിൻലി ഡിവൈഡ് ചെയ്യാം. ഇനിഷ്യൽ ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് ഉറങ്ങാൻ താമസിക്കുക. അതായത് ഉറങ്ങണമെന്നും പറഞ്ഞ് പോയി കിടന്നാലും പേഷ്യൻ്റ് കുറേ നേരം കഴിഞ്ഞ് ഉറങ്ങത്തുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഇനിഷ്യൽ ഇൻസോമിനിയ എന്ന് പറയുന്നത്. അതായത് ഡിലേ ഇൻ ഫോളിങ് അസ്ലീപ്പ് എന്ന് നമുക്ക് പറയാം. അത് യൂഷ്വലി കാണുന്നത് ആങ്സൈറ്റി ഉള്ള പേഷ്യൻറ്റിലാണ്. അതായത് ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠയുമായിട്ട് റിലേറ്റ് ചെയ്ത മാനസികാവസ്ഥയിൽ ഉറക്കം വരാൻ താമസിക്കും. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് നാളെ പരീക്ഷയുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ല, അപ്പം നമുക്കൊരു ആകാംക്ഷ, ഉത്കണ്ഠയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നോർമലി വരാം. പിന്നെ അതല്ലെങ്കിൽ നാളെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതെങ്ങനെയായിരിക്കും, ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ അവർ ചോദിക്കുമായിരിക്കും, അങ്ങനെയുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടെങ്കിൽ അങ്ങനെ ഇൻസോമിനിയ വരാം. മനസ്സിലായി? അത് നോർമൽ ഇൻഡിവിജ്വൽസിന് അങ്ങനെയൊക്കെ വരാവുന്നതാണ്. പക്ഷേ ഈ മാനസിക രോഗികളിൽ പ്രത്യേകിച്ച് ചില പ്രത്യേക തരം മാനസിക രോഗമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഈ പറയുന്ന ഇൻസോമിനിയ ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് മാനിക് പേഷ്യൻസ് അല്ലെങ്കിൽ ആങ്സൈറ്റി റിലേറ്റഡ് ഡിസോർഡർ ഉള്ള പേഷ്യൻസിലൊക്കെ ഈ പറയുന്ന ഇൻസോമിനിയ വളരെ കൂടുതലായിരിക്കും. അവർ ചിലപ്പം 2 മണിക്കൂറൊക്കെ രാത്രി കിടന്ന് ഉറങ്ങത്തുള്ളൂ. പക്ഷേ ആ ഉറക്കമില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉറങ്ങാത്തതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ക്ഷീണമൊന്നും ആ വ്യക്തികൾക്കില്ല. അവരുടെ രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ഇവർ ഈ പറയുന്ന ഇൻസോമിനിയ കാണിക്കുന്നത്. ഓക്കെ, മാനിക് പേഷ്യൻസിലാണിത് കൂടുതൽ. ഓക്കെ, പിന്നെ വേറൊന്നാണ് ലേറ്റ് ഇൻസോമിനിയ. ലേറ്റ് ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ അവർ സമയത്ത് പോയി ഉറങ്ങാൻ കിടക്കും, പക്ഷേ കുറച്ച് ഉറങ്ങിയിട്ട് അങ്ങ് എഴുന്നേക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം 10 മണിക്കൊക്കെ പോയി കിടക്കുവാണെങ്കിൽ അവർ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പം 2 മണിക്ക് എഴുന്നേക്കുക, അല്ലെങ്കിൽ അവർ 3 മണിക്ക് എഴുന്നേക്കുക, പിന്നെ അവർ ഉറങ്ങത്തില്ല. അതാണ് ഈ പറയുന്ന ലേറ്റ് ഇൻസോമിനിയ. അതിനകത്തും അവർ 6 മണിക്കൂർ ഉറങ്ങിയില്ലല്ലോ. അവർ പോയി കിടന്നത് നേരത്തെ ആണെങ്കിൽ പോലും അവർ വളരെ നേരത്തെ അങ്ങ് എഴുന്നേറ്റിട്ട് പക്ഷേ ആ ഉറക്കത്തിൽ കൂടെ കിട്ടിയ ഉണർവൊന്നും അവർക്ക് കാണത്തില്ല. കാരണം അവർ ആവശ്യത്തിന് ഉറങ്ങാത്തതുകൊണ്ട് ആ സാധാരണ ഒരു വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഉണർവൊന്നും ഈ വ്യക്തികൾക്കും കാണത്തില്ല. അതാണ് ലേറ്റ് ഇൻസോമിനിയ. അല്ലെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ early waking up ആൻഡ് നോട്ട് റിഫ്രഷിങ് ടൈപ്പ് ഓഫ് സ്ലീപ്പ്. അതാണ് ഈ പറയുന്ന ലേറ്റ് ഇൻസോമിനിയ. ഓക്കെ, ഇനി അടുത്തതാണ് റിവേഴ്സൽ ഹൈപ്പർസോമിനിയ. ഹൈപ്പർസോമിനിയ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഡേ ടൈമിൽ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുക. അതായത് ഈ 6 to 8 hours എന്നുള്ള കണക്കൊന്നും നോക്കാതെ ഒത്തിരി നേരം കിടന്ന് ഉറങ്ങുന്നതിനാണ് നമ്മൾ ഹൈപ്പർസോമിനിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ എന്ന് പറയാം. റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ അവർ ഈ സമയത്തിൽ തലതിരിച്ച് ഉറങ്ങുക. അതായത് നമ്മൾ സാധാരണ നൈറ്റിൽ ഉറങ്ങുകയും ഡേ ടൈമിൽ നോർമലി ഉണർന്നിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ ഈ പേഷ്യൻസ് തന്നെ റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ കാണിക്കുന്നവർ ഡേ ടൈമിൽ കിടന്നുറങ്ങുക, എന്നാൽ രാത്രിയിൽ ഉണർന്നിരിക്കുക. അങ്ങനെ ചില മനോരോഗികൾ കാണിക്കാറുണ്ട്. അതിനാണ് റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ എന്ന് പറയുന്നത്. പിന്നെ സോംനലൻസ് എന്ന് പറഞ്ഞാൽ അതായത് ഡേ ടൈമിൽ ഉണർന്നിരിക്കുമ്പോൾ പോലും അവരൊരു ഉറക്കച്ചടവ് കാണിക്കുക. ശരിക്കും ഉറങ്ങാത്തവർ നമുക്കറിയാം, ഉറക്കം തൂങ്ങി ഇരിക്കത്തില്ല, ഒന്നും അലർട്ടൊന്നും അല്ലാതെ. അതിന് പറയുന്ന പേരാണ് സോംനലൻസ്. ഇത്രയാണ് ഡിസോർഡർ ഓഫ് സ്ലീപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഈ റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ, സോംനലൻസ്, ഇത് രണ്ടും എന്ന് പറയുന്നത് ദീസ് 2 സിംറ്റംസ് occur in order to compensate for the night time sleep. അതായത് രാത്രി കിടന്ന് ശരിക്കും ഉറങ്ങാത്തവരാണ് ഈ ഡേ ടൈമിൽ കിടന്നുറങ്ങുന്നതും അല്ലെങ്കിൽ അവർ ഹൈപ്പർസോംനിയ കാണിക്കുന്നതും. മനസ്സിലായോ? അപ്പം ഇതാണ് സ്ലീപ്പ് ഡിസോർഡറിൽ വരുന്നത്. ഇനി അടുത്ത് നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻ, ഡിസ്റ്റർബൻസ് ഓഫ് ബയോളജിക്കൽ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിസോർഡർ ഓഫ്
അപ്പിറ്റൈറ്റ് ആണ്. അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആഹാരം കഴിക്കാനുള്ള മനസ്സിൻ്റെ ഒരു തോന്നലിനെയാണ് നമ്മൾ അപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പിറ്റൈറ്റ് ഉള്ളവരെ ആവശ്യത്തിന് ആഹാരം കഴിക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് എപ്പോഴും ആഹാരം കഴിക്കാൻ മടിയായിരിക്കും, അവർ ആവശ്യത്തിന് കഴിക്കില്ല. അപ്പോൾ ഡിസോർഡർ ഓഫ് അപ്പിറ്റൈറ്റിൽ മെയിൻലി വരുന്നത് ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് ആൻഡ് പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഡിസ്റ്റർബൻസ് ഓഫ് അപ്പിറ്റൈറ്റിൽ പേഷ്യൻസ് കാണിക്കുന്നത്. ഈ ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യത്തിന് ആഹാരം കഴിക്കത്തില്ല, അവർക്കൊന്നും കഴിക്കണമെന്നുള്ള തോന്നലില്ല. ചിലർ ആഹാരം കാണുമ്പം തന്നെ അവർക്കൊരു വല്ലാത്ത അബ്നോർമൽ ഫീലിംഗ്, അല്ലെങ്കിൽ നോസിയ കാണിക്കുക, വോമിറ്റിംഗ് ചിലപ്പോൾ, അങ്ങനെയുള്ള ടെൻഡൻസിയൊക്കെ ആൾക്കാർ കാണിക്കുക. ഇതൊക്കെയാണ് ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റിൽ. ഈ ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ് സാധാരണ കാണുന്നത് ആങ്സൈറ്റി പേഷ്യൻറ്റിലും ഡിപ്രഷനുള്ള പേഷ്യൻറ്റിലുമാണ്. ഓക്കെ, ആങ്സൈറ്റി പേഷ്യൻറ്റും ഡിപ്രഷൻ പേഷ്യൻറ്റുമാണ് കൂടുതൽ ഡിക്രീസ്ഡ് അപ്പിറ്റൈറ്റ് കാണിക്കുന്നത്. അടുത്തത് ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കഴിക്കണമെന്നുള്ള തോന്നൽ കൂടിയിട്ട് അവർ ഒരുപാട് ആഹാരം കഴിക്കുക, അതാണ് ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്. ഇത് കൂടുതലായിട്ട് കാണിക്കുന്ന മാനിയ ഉള്ള പേഷ്യൻറ്റും സൈക്കാട്രി പേഷ്യൻ്റ് മാനിയ, പിന്നെ ഒരു ഫിസിക്കൽ ഇൽനെസ് ഉള്ള തൈറോടോക്സിക്കോസിസ് എന്നുള്ള ഡിസീസുള്ള പേഷ്യൻസ് ഇത് കാണിക്കാറുണ്ട്. പിന്നെ അടുത്തത് ഈ പറയുന്ന ഇൻക്രീസ് അപ്പിറ്റൈറ്റിൻ്റെ ഭാഗമായിട്ട് ചില പേഷ്യൻസ് ഓവർ ഈറ്റിങ് കാണിക്കും. ഈ ഓവർ ഈറ്റിങ്ങും ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടാണ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്തതാണ് പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ്. ഈ പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇതിനകത്ത് പേഷ്യൻ്റ് എന്താ കാണിക്കുന്നത് വെച്ചാൽ അത് അബ്നോർമാലിറ്റിയാണ്, ഭക്ഷണയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കുക, അതാണ് പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ കടലാസ്, തുണി, പിന്നെ മണ്ണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഭക്ഷണയോഗ്യം അല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതിനാണ് പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത് ഷിസോഫ്രനിക് പേഷ്യൻസ് ആണ് ഇത് കൂടുതലായിട്ട് കാണിക്കുന്നത്. അതുകൂടാതെ ഈ പറയുന്ന പെർവേർട്ടഡ് അപ്പിറ്റൈറ്റിന് വേറൊരു പേരും കൂടെ ഉണ്ട്, പൈക്ക എന്ന് പറയും, PICA, പൈക്ക, ഒറ്റ വേർഡാണ്. ഓക്കെ, ഈ പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ് അല്ലെങ്കിൽ പൈക്ക കൂടുതലായിട്ട് കാണിക്കുന്നത് ഷിസോഫ്രനിക് പേഷ്യൻസ് കാണിക്കാം, അതല്ല പിന്നെ അതുകൂടാതെ മെൻ്റലി റിട്ടാർഡഡ് പേഷ്യൻസ് കാണിക്കാം, പിന്നെ ചില ചൈൽഡ്ഹുഡ് സൈക്കാട്രിക് കണ്ടീഷനുണ്ട്, അതായത് ഓട്ടിസം, AUTISM, ഓട്ടിസം, അങ്ങനെയുള്ള ചില ആ രോഗമുള്ള ചില കുട്ടികളും കാണിക്കുക ഈ പെർവേർട്ടഡ് അപ്പിറ്റൈറ്റ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഡിസോർഡർ ഓഫ് അപ്പിറ്റൈറ്റിൽ വരുന്നത്. ഇനി അടുത്തത് ഡിസ്റ്റർബൻസ് ഇൻ സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഡിസയർ എന്നും സെക്സ് എന്നും ഒക്കെ പറഞ്ഞാൽ അത് പ്രൈമറി നീഡ്സ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സിലാണ് പെടുത്തിയേക്കുന്നത്. മനസ്സിലായോ? നമ്മൾ അത് അത്യാവശ്യമായിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷനാണ്. അതിനകത്തും മാനസിക രോഗികൾ ചില അബ്നോർമാലിറ്റികളൊക്കെ കാണിക്കാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് സെക്ഷൽ ഡിസയർ, ഡിക്രീസ്ഡ് സെക്ഷൽ ഡിസയർ, ദെൻ അബ്നോർമാലിറ്റി ഇൻ സെക്ഷൽ ഡിസയർ. ഇത് ഇൻക്രീസ്ഡ് സെക്ഷൽ ഡിസയർ കൂടുതൽ കാണിക്കുന്നത് പേഷ്യൻസ് വിത്ത് മാനിയ ആൻഡ് സർട്ടൻ സെറിബ്രൽ ലീഷൻസ്. പിന്നെ ഡിക്രീസ്ഡ് സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ അവർ ആങ്സൈറ്റി പേഷ്യൻ്റ്, ഡിപ്രസീവ് പേഷ്യൻ്റ്, പിന്നെ ഡ്രഗ് അബ്യൂസ്, അതായത് ലഹരി മരുന്നുകൾ എടുക്കുന്നവരും ആൽക്കഹോൾ ഒരുപാട് എടുക്കുന്നവരും, അവർക്കൊക്കെ ഡിക്രീസ്ഡ് സെക്ഷൽ ഡ്രൈവ് ആയിരിക്കും. പിന്നെ അബ്നോർമാലിറ്റി ഇൻ സെക്ഷൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതായത് പേഷ്യൻസിന് നോർമലായിട്ട് ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടത്തുന്നതിനൊക്കെ ചില അബ്നോർമാലിറ്റി അവർ കാണിക്കുക, അതാണ് അബ്നോർമാലിറ്റി ഇൻ സെക്ഷൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങൾ കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സെക്ഷൽ ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, അതിനകത്ത് കുറേ കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ഡിസ്റ്റർബൻസ് ഇൻ സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഐദർ ഇൻക്രീസ്ഡ് സെക്ഷൽ ഡ്രൈവ്, ഡിക്രീസ്ഡ് സെക്ഷൽ ഡ്രൈവ് ആൻഡ് അബ്നോർമാലിറ്റി ഇൻ സെക്ഷൽ ഡ്രൈവ്. ഈ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വേണ്ട അർത്ഥം മീനിങ് ഡിസയർ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പം ഇത് 3ഉമാണ് ഡിസ്റ്റർബൻസ് ഇൻ സെക്ഷൽ ഡിസയറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതായത് ബയോളജിക്കൽ ഫങ്ഷനിലുള്ള ഡിസ്റ്റർബൻസ് ആണ് കാണിച്ച്. അത് മെയിൻലി ബയോളജിക്കൽ ഫങ്ഷനായിട്ട് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? സ്ലീപ്പ്, പിന്നെ അപ്പിറ്റൈറ്റ്, പിന്നെ സെക്ഷൽ ഡ്രൈവ്. ഇത്രയാണ് നമ്മൾ അതിനകത്ത് ബയോളജിക്കൽ ഫങ്ഷനായിട്ട് കണ്ടത്. അതിനകത്തുള്ള അബ്നോർമാലിറ്റി എങ്ങനെയൊക്കെയാണ് മനോരോഗികൾ കാണിക്കുന്നതെന്നും കണ്ടു. അപ്പം ഇന്ന് നമുക്കിവിടെ വെച്ചാകാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇനിയും almost we are coming to the end of the symptomatology. Okay.